friends, welcome back to our YouTube channel. Ki Diaries. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ജ്യൂസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. PBC ജ്യൂസ്, P for pomegranate, B for beetroot and C for carrot. So let's get into the video. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയി ഉണ്ടാക്കാമെന്ന് കാണാം. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 4 ഇൻഗ്രീഡിയൻസിന് ആവശ്യം മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് വൺ ഈസ് പൊമോഗ്രാനൈറ്റ്, ബീട്രൂട്ട്, ക്യാരറ്റ് ആൻഡ് ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് നമ്മളിവിടെ ഷുഗർ അല്ല യൂസ് ചെയ്യുന്നത്, ഹണിയാണ് യൂസ് ചെയ്യുന്നത്. PBC ജ്യൂസിൽ നിറയെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മിറാക്കിൾ ഡ്രിങ്ക് ഓർ മാജിക് ഡ്രിങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഡ്രിങ്കിൽ നിറയെ വൈറ്റമിൻസ് ഉണ്ട്, മെയിൻലി വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ സി, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. ഈ ഒരു ഡ്രിങ്ക് ഡെയിലി കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുഡ് സ്കിൻ ഹെൽത്തിനും ഡൈജഷൻ കൂട്ടാൻ, ഹെമോഗ്ലോബിൻ്റെ കൗണ്ട് കൂട്ടാൻ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ഈ ഒരു ഡ്രിങ്കിനെ നമുക്ക് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 1 പൊമോഗ്രാനൈറ്റ്, അതുപോലെ തന്നെ 2 ക്യാരറ്റ്സ്, പിന്നെ ഹാഫ് ബീട്രൂട്ടാണ് യൂസ് ചെയ്തത്. ഇവിടെ ഞാൻ 3 പേർക്ക് സെർവ് ചെയ്യുന്ന ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഡ്രിങ്കിനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. 3 days വരെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇവിടെ ഞാനൊരു മിക്സി ജാറിലേക്ക് കട്ട് ചെയ്ത ക്യാരറ്റ്, അതുപോലെ തന്നെ പൊമോഗ്രാനൈറ്റ്, പിന്നെ ബീട്രൂട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹണി, തേൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ബ്ലെൻഡ് ആയ ശേഷം ഇവിടെ ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഇതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് സ്ട്രെയിൻ ചെയ്ത് കുടിക്കാം, ചെയ്യാതെ കുടിക്കാം, തിക്കായിട്ടും കുടിക്കാം. ഓക്കെ ഗായ്സ്, ഞങ്ങളുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ഗായ്സ് എൻജോയ്ഡ് വാച്ചിങ് അവർ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പിയായി ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ടാറ്റാ.